നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ തരാറുള്ള ആ വീക്കിലെ കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ വീക്കിലെയും അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലെയും പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് മാർക്കിന് 20ഓളം മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കറണ്ട് അഫെയറുകൾ നോക്കി പഠിക്കുക. വീക്കിലിയോ മന്ത്ലിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള വെച്ചാൽ അങ്ങനെ ക്ലാസ്സുകൾ കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സെൻസസ് കമ്മീഷണേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS റിപ്പോർട്ട് 2002 പ്രകാരം 2018-22 ഇടയിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. 74.8 വയസ്സാണ് കേരളത്തിൻ്റെ ആയുർദൈർഘ്യം. രണ്ടാം സ്ഥാനം ഡൽഹിക്കാണ്. വയസ്സ് 60-ന് മുകളിലുള്ളവർ പ്രായമുള്ളവർ ഏറ്റവും കൂടുതലുള്ളതും കേരളത്തിലാണ്. അപ്പോൾ രാജ്യത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഏറ്റവും കൂടുതലുള്ളതും കേരളത്തിലാണ്. അതുപോലെ തന്നെ ആയുർദൈർഘ്യത്തിലും കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2028 മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇൻസ്പേസിൻ്റെ അനുമതി കിട്ടിയ സ്വകാര്യ കമ്പനി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ആനന്ദ് ടെക്നോളജീസാണ്. 2028 മുതൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇൻസ്പേസിൻ്റെ അനുമതി കിട്ടിയ സ്വകാര്യ കമ്പനി. US-ലെ ദ്വികക്ഷി രാഷ്ട്രീയത്തിനുള്ള ബദൽ എന്ന് പറഞ്ഞ് ടെസ്ല CEO ഇലോൺ മസ്ക് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ദി അമേരിക്ക പാർട്ടി. വിപണി മൂല്യത്തിൽ $4 ലക്ഷം കോടി നേടുന്ന ആദ്യ കമ്പനി NVIDIA ആണ്. വിപണി മൂല്യത്തിൽ $4 ലക്ഷം കോടി നേടുന്ന ആദ്യ കമ്പനി NVIDIA. ട്വിറ്ററിൻ്റെ ഇപ്പോഴത്തെ അഥവാ X സഹസ്ഥാപകനും മുൻ CEOയുമായ ട്വിറ്ററിൻ്റെ അഥവാ ഇപ്പോഴത്തെ X ആണ് മുന്നത്തെ ട്വിറ്റർ കേട്ടോ. സഹസ്ഥാപകനും മുൻ CEOയുമായിരുന്ന ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ് ചാറ്റ്. ഇൻ്റർനെറ്റ് ഇല്ലാതെ സന്ദേശങ്ങൾ കൈമാറാം എന്നതാണ് പ്രത്യേകത. ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തനം. അപ്പോൾ ബിറ്റ് ചാറ്റ് എന്നത് ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ്. നീല അസ്ഥികളും പച്ച രക്തവുമുള്ള തവളയെ കണ്ടെത്തിയത് എവിടെ? അരുണാചൽ പ്രദേശിലെ നന്ദപ്പ നാഷണൽ പാർക്കിലാണ് കേട്ടോ. അരുണാചൽ പ്രദേശിലാണ് നന്ദപ്പ നാഷണൽ പാർക്ക്. അപ്പോൾ കറണ്ട് അഫെയറിന് ചോദ്യങ്ങൾ ഈ തവളയെ കണ്ടെത്തിയത് എവിടുന്നാന്ന് തന്നെ ചോദിക്കണം എന്നില്ല. ഇപ്പോൾ കറണ്ട് അഫെയറിൽ ഇവിടെ വന്നിട്ടുള്ള നാഷണൽ പാർക്ക് നന്ദപ്പയാണ്. ആ നന്ദപ്പ നാഷണൽ പാർക്ക് എവിടെയാണ് ചോദിക്കും, അത് അരുണാചൽ പ്രദേശിലാണ്. ഇനി അതിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് വേറെ ചോദ്യം ചോദിക്കാം, അരുണാചൽ പ്രദേശിലുള്ള മറ്റ് നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ അരുണാചൽ പ്രദേശിലുള്ള നാഷണൽ പാർക്ക് ഏതൊക്കെയാണ്, അങ്ങനെ ആ രീതിയിലാണ് ചോദ്യങ്ങൾ നമുക്ക് വരാറ്. അല്ലാതെ ഈ ഒരു കറണ്ട് അഫെയർ ചോദ്യം മാത്രം നിങ്ങൾ പഠിച്ചത് കൊണ്ടല്ല ചോദ്യം കിട്ടുക. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പട്കായ് പച്ചമരത്തവള ഗ്രാസിക്സ്ലസ് പട്കായൻസിസ് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡൽഹി സർവകലാശാലയിലെ മലയാളി പ്രൊഫസർ SD ബിജുവും ശിഷ്യൻ തേജ് ടാജോയുമാണ് തവളയെ കണ്ടെത്തിയത്. അപ്പോൾ ഈ തവളയുടെ പേര് കൊടുത്തിട്ടുള്ളതാണ് പട്കായ് പച്ചമരത്തവള എന്നത് അഥവാ ഗ്രാസിക്സ്ലസ് പട്കായൻസിസ് എന്നത്. ഒരു മലയാളി പ്രൊഫസറാണ് ബിജു എന്നത്, SD ബിജു, പിന്നെ അവരുടെ ശിഷ്യൻ തേജ് ടാജോയും കൂടിയാണ് ഇതിനെ കണ്ടെത്തിയത് കേട്ടോ. ഈയിടെ അന്തരിച്ച ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആന 100-ലേറെ വയസ്സുള്ള വത്സല എന്ന ആനയാണ് കേട്ടോ. മധ്യപ്രദേശിലെ പന്ന കടുവ സങ്കേതത്തിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് തന്നെയാണ് മരിച്ചത്. 100-ലേറെ വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മധ്യപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടുവ സങ്കേതമാണ് പന്ന നാഷണൽ പാർക്ക് കേട്ടോ, ശ്രദ്ധിച്ചു വയ്ക്കുക. നമീബിയയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ബഹുമതിയായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് വെൽവിഷ്യ മിറാബിലിസ് നേടിയത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി 25 മുതൽ 26ഓളം രാജ്യങ്ങളുടെ അവിടുത്തെ ഏറ്റവും ഉയർന്ന ബഹുമതി കരസ്ഥമാക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കി വയ്ക്കുക. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം, താഴെ തന്നിരിക്കുന്നതിൽ പ്രധാനമന്ത്രി എനിക്ക് ബഹുമതി നൽകാത്ത രാജ്യമെന്നോ അല്ലെങ്കിൽ ഏത് രാജ്യമാണ് നൽകിയതെന്നോ അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതും ശ്രദ്ധിച്ചു വയ്ക്കാം. മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്ത രാജ്യം ഏതെന്നൊരു ചോദ്യം വന്നിരുന്നു.
അപ്പോൾ അങ്ങനെ വരെ ചോദ്യങ്ങളിട്ട ആൾക്കാരാണ് PSC. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ദെൻ അടുത്ത ചോദ്യം, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതനായ മലയാളി പ്രിയ നായരാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതയായ മലയാളി പ്രിയ നായർ. ദെൻ നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ 2023-24 ഒന്നാം സ്ഥാനത്തെത്തിയത്. നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ 2023-24 ഒന്നാം സ്ഥാനത്തെത്തിയത് ഗുജറാത്താണ്. കേരളം 4ാം സ്ഥാനത്താണ്. ദെൻ പലസ്തീനു വേണ്ടി ശബ്ദമുയർത്തിയതിന് അമേരിക്ക പ്രതിരോധിച്ച UN മനുഷ്യാവകാശ സമിതി പ്രതിനിധി. പലസ്തീനു വേണ്ടി ശബ്ദമുയർത്തിയതിന് അമേരിക്ക പ്രതിരോധിച്ച UN മനുഷ്യാവകാശ സമിതി പ്രതിനിധി ഫ്രാൻസെസ്ക ആൽബനീസ് ആണ്. ദെൻ അന്താരാഷ്ട്ര ഉൽക്കാപതന പഠന നേതൃസമിതിയിൽ എത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ. ദെൻ ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സല്ലാപം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാമൂഹിക നീതി വകുപ്പിൻ്റെയൊക്കെ പദ്ധതികൾ അഥവാ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദ്ധതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സല്ലാപം. ദെൻ വിംബിൾട്ടൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയത് പോളിഷ് താരം ഇഗ സ്വിയാടെക്. വിംബിൾട്ടൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം നേടിയത് പോളിഷ് താരം ഇഗ സ്വിയാടെക്. ദെൻ വിംബിൾട്ടൺ പുരുഷ കിരീടം നേടിയത് യാനിക് സിന്നറാണ്, ഇറ്റലിയുടെ യാനിക് സിന്നർ. ദെൻ ഹവാന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന് ആരോപിച്ച് US ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനാണ് ഉപരോധം ഏർപ്പെടുത്തിയത്? ഹവാന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന് ആരോപിച്ച് US ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനാണ് ഉപരോധം ഏർപ്പെടുത്തിയത്? ക്യൂബൻ പ്രസിഡന്റ് മിഗ്വേൽ ഡിയാസ്-കനാൽ. ദെൻ 2025 ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ വിജയികളായ ടീം ചെൽസിയാണ്. ഫൈനലിൽ PSG തോൽപ്പിക്കുകയാണ് ഉണ്ടായത് ചെൽസി. 2025 ഫിഫ ക്ലബ് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ വിജയികളായ ടീം ചെൽസി. ദെൻ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്, ആലപ്പുഴയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്. ദെൻ മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് ആസാം. മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ആസാം. ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ INS നിസ്താറാണ്. ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ INS നിസ്താർ. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങൾ. ദെൻ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയി നിയമിതനായത് സഞ്ജോഗ് ഗുപ്ത. ദെൻ ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഇവിടെ? ആനന്ദിലാണ്, ഗുജറാത്തിലെ. ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ആനന്ദ്, ഗുജറാത്ത്. ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ആവാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ 1 ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ 1. ദെൻ 2025 17ാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റിയോ ഡി ജനീറോ ആണ്. 2025 17ാം ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് റിയോ ഡി ജനീറോ, ബ്രസീൽ. ദെൻ പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി സർപ്പപാഠം പദ്ധതിയാണ്. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി സർപ്പപാഠം പദ്ധതി. ദെൻ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോഓപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ പേര് സാവിത്രിബായ് ഫുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോഓപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ പേര് സാവിത്രിബായ് ഫുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ദെൻ നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിത ലഫ്റ്റനൻറ്റ് ആസ്ത പുനിയ. ദെൻ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി AI സംവിധാനം ശുചിത്വ ഐ ആണ്. കാസർഗോഡ്
LBS എഞ്ചിനീയറിംഗ് കോളേജും പൂജപ്പുര LBS വിമൻസ് കോളേജും സംയുക്തമായി തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പുവച്ചാണ് സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ദെൻ ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത് ഡി ഗുഗേഷാണ്. ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത് ഡി ഗുഗേഷ്. ദെൻ 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളി അനിൽ മേനോനാണ്. 2026 ജൂണിൽ റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മലയാളി അനിൽ മേനോൻ. ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ INS തമാലാണ്. ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ INS തമാൽ. ദെൻ സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം തുടങ്ങിയത് എവിടെ? നെടുവത്തൂരാണ്. കൊട്ടാരക്കരയിലെ നെടുവത്തൂർ. ദെൻ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ തുടങ്ങുന്നത് നോർക്കയാണ്. വിദേശ രാജ്യങ്ങളിലെ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ തുടങ്ങുന്നത് നോർക്ക. ദെൻ സംരംഭകർക്കും സാങ്കേതിക വിദഗ്ധർക്കുമായി രാജ്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സിംഗപ്പൂരിനടുത്ത് സ്വകാര്യ ദ്വീപ് വാങ്ങിയ ഇന്ത്യൻ അമേരിക്കൻ വ്യവസായ സംരംഭകൻ ബാലാജി ശ്രീനിവാസനാണ്. സംരംഭകർക്കും സാങ്കേതിക വിദഗ്ധർക്കുമായി രാജ്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സിംഗപ്പൂരിനടുത്ത് സ്വകാര്യ ദ്വീപ് വാങ്ങിയ ഇന്ത്യൻ അമേരിക്കൻ വ്യവസായ സംരംഭകൻ ബാലാജി ശ്രീനിവാസൻ. ദി നെറ്റ്വർക്ക് സ്റ്റേറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 24ാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് 24ാമത് അന്താരാഷ്ട്ര മാനസികാരോഗ്യ സമ്മേളനത്തിന് വേദിയായത് തായ്ലൻഡാണ്. 2025 മെൻ്റൽ ഹെൽത്ത് അവാർഡ് സൈമ വസേദ് അവാർഡ് നേടിയത് സൈമ വസേദാണ്. ലോകാരോഗ്യ സംഘടനയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയണൽ ഡയറക്ടറും ഷെയ്ഖ് ഹസീനയുടെ മകളുമാണ് സൈമ വസേദ് കേട്ടോ. ദെൻ കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. കറണ്ട് അഫെയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മൾ 1-2 നാഷണൽ പാർക്കുകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഡി ഗുഗേഷിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ഡി ഗുഗേഷ് നേടിയിട്ടുള്ള കിരീടങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം. ഈ കിരീടം മാത്രമല്ല, ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ആണ് നമ്മൾ ചെസ് ടൂർണമെൻറ്റാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ഡി ഗുഗേഷ് നേടിയിട്ടുള്ള അവാർഡുകളും ഈ പറഞ്ഞ ചെസ് മേഖലയിൽ നേടിയിട്ടുള്ള കിരീടങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം. ദെൻ ബ്രിക്സ് ഉച്ചകോടിയെ പറ്റി നമ്മൾ പറഞ്ഞു. 17ാം ബ്രിക്സ് ഉച്ചകോടിയാണ് നടക്കുന്നത്. അപ്പോൾ അടുത്ത ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്, ഇതിൻ്റെ തൊട്ട് മുന്നേ നടന്നത് എവിടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി വയ്ക്കുക. കാരണം PSCയുടെ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 കൊല്ലം മുന്നേ ഉള്ള കറണ്ട് അഫെയർ വരെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ 10-20 കൊല്ലം മുന്നുള്ള കറണ്ട് അഫെയർ രൂപത്തിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് വല്ലപ്പോഴും 1-2 ചോദ്യങ്ങളെ വരാറുള്ളൂ. അത് നമുക്ക് പഠിക്കുക അത്ര പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് 2-3 കൊല്ലത്തെ കറണ്ട് അഫെയർ നമുക്ക് നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അത്രയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ്സുകൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.